ഞാനിപ്പോ ആഗ്രയിലാണുള്ളത്. ഇവിടുന്ന് ട്രെയിൻ എടുത്തിട്ട് ഞാൻ ജയ്പൂരിലേക്ക് പോവാണ്. 10:10 ട്രെയിന്. ഇപ്പൊ സമയം 9:30 ഉള്ളൂ. ജയ്പൂർ അവിടെ എന്നെ പിക്ക് ചെയ്യാന് എന്റെ വീട്ടിൽ വന്ന ഒരാളുണ്ട്, ആകർഷ്. സൈക്ലിസ്റ്റ് ആണ്. ചങ്ങായിന്റെ കൂടെയാണ് പോകുന്നത്. ഇവിടുന്ന് എടുക്കുന്ന ട്രെയിനാ, പക്ഷെ ഇതിന്റെ അവസ്ഥ പരിതാപകരമാണ്. ഞാൻ എന്തായാലും ഇതിന്റെ മുകളിൽ കയറി ഇരുന്നിട്ടുണ്ട്. ഫൈനലി നമ്മൾ ജയ്പൂർ സിറ്റിയിൽ എത്തിയിട്ടുണ്ട്. യെസ്, വി ആർ ഹിയർ. ഇപ്പോ കറക്റ്റ് 1:51. ആകർഷ് ഭായ് എന്നെ കാത്തിരിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും അങ്ങോട്ടേക്ക് പോയി നോക്കാം. അങ്ങനെ നമ്മുടെ ആകർഷ് ഭായ് വന്നിട്ടുണ്ട്. ഞാൻ എന്തായാലും ബ്രോന്റെ കൂടെ പോവാണ് വീട്ടിലേക്ക്. ഹാപ്പി ടു മീറ്റ് യു അഗൈൻ. Yeah, nice. ഗുഡ് മോർണിംഗ്. ഞാനിപ്പോ ആകർഷ് ഭായിന്റെ വീട്ടിലാണുള്ളത്. ഇത് ആഗ്രയിൽ ഞാൻ മീറ്റ് ചെയ്ത റഷ്യൻ കാര്യം ഉണ്ടായിരുന്നു. അവൻ അവിടെ വെച്ച് മറന്നു പോയത്. ഇത് കൊടുക്കാൻ പോകണം. അപ്പോൾ ആകർഷ് ഭായി ഇങ്ങനെ നിങ്ങൾക്ക് അറിയാമോ? അറിയാൻ സാധ്യതയില്ല. ആകർഷ് ഭായിയുടെ വീഡിയോയില് റോബർട്ട് ഷട്ടർബർഗ് എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ആകർഷ് ഭായി എൻ്റെ വീട്ടിലേക്ക് വരുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ സൈക്കിൾ നിങ്ങൾക്കറിയാം. നിങ്ങൾക്കറിയാൻ സാധ്യതയില്ല, എനിക്കറിയാം. ജയ്പൂരിലെ കാഴ്ചകളെല്ലാം കാണാം. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിങ്ങനെ ആകർഷ് ഭായിയുടെ കൂടെ പോവാണ്. ഇവിടെ 2 ഹെൽമെറ്റ് കമ്പൾസറിയാണ്. അതുകൊണ്ട് തന്നെ ആകർഷ് ഭായിയുടെ വീട്ടിന്റെ വളരെ അടുത്താണ് എല്ലാ ടൂറിസ്റ്റ് സ്പോട്ടും ഉള്ളത്. അതുകൊണ്ട് തന്നെ അത് വലിയൊരു ഉപകാരമാണ്. നമ്മളിപ്പോ പോകുന്നത് അമീർ ഫോർട്ടിലേക്കാണ്. നമ്മളിതാ പെട്രോൾ പമ്പിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ജയ്പൂരിലെ പെട്രോളിന് 104 വലിയ വ്യത്യാസമൊന്നുമില്ല, കുറച്ച് കുറവാണ്. റോഡൊക്കെ നല്ല നീറ്റാണ്. കാരണം മെയിൻ ഏരിയ ആണിത്. അടിപൊളി റോഡാണ്. അങ്ങനെ നമ്മൾ ജയ്പൂർ പിങ്ക് സിറ്റിയിൽ എത്തിയിട്ടുണ്ട്. ജൽമഹൽ. നമ്മളെന്തായാലും തിരിച്ചു വരുന്നു. അമീർ ഫോർട്ടിൽ നിന്ന് തിരിച്ചു വരുന്നു. എന്തായാലും അവിടെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. നമ്മളിപ്പോ ഒരു ഫോറസ്റ്റ് ഏരിയയിലൂടെയാണ് പോകുന്നത്. എന്ത് രസമാണല്ലേ, ഫുള്ള് പച്ചപ്പായിട്ട്. രാജസ്ഥാൻ ഞാൻ ഇങ്ങനെ ഒന്നല്ല വിചാരിച്ചത്. ഇത് വേറെ ലെവലാണ്. മൺസൂൺ സമയത്ത് വന്നുകൊണ്ടാണ് ഈ തരത്തില്. സമയത്ത് വന്നാലും നമുക്ക് ഇങ്ങനെ പച്ചപ്പ് കാണാൻ പറ്റും. അല്ലെങ്കിൽ മൊത്തം ഡ്രൈ ആയിട്ടാണ് ഉണ്ടാവാന്നാണ് പറയുന്നത്. നമ്മളിപ്പോ ഒരു കവാടം കഴിഞ്ഞുണ്ടോ, റോഡൊക്കെ ഉണ്ടാക്കിയാണോ. മൊത്തം ഈ പാറൊക്കെ ഇടിച്ചിട്ടാണ് റോഡ് ഉണ്ടാക്കിയത്. ബ്യൂട്ടിഫുൾ. ഇവിടുന്ന് ഫോട്ടോ മര്യാദ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. പാവം. നോക്കി നമുക്ക് ഇഷ്ടം പോലെ ജീപ്പ് സർവീസ്. എന്റെ പോലെ ഇപ്പൊ ഫോർട്ടിന്റെ സൈഡിലുള്ള ചെറിയൊരു സിറ്റിയിലേക്കാണ് വന്നത്. അതുകൊണ്ട് ഇവിടെ നോക്കുമ്പോൾ ചെറിയ ചെറിയ കടകൾ കാണാം. ഈ ജീപ്പൊക്കെ കണ്ടോ നിങ്ങള്? ഈ ജീപ്പൊക്കെ അമീർ ഫോർട്ടിലേക്ക് പോകുന്ന ജീപ്പുകളാണ്. ഓക്കെ, നിങ്ങൾ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ജീപ്പ് എടുത്തിട്ട് പോകാൻ പറ്റും. നമ്മളിപ്പോ കാണുന്നതാണ് അമീർ ടൗണ്. ഇതൊക്കെയാണ് ആദ്യം പണിതത്. അതിനുശേഷമാണ് ജയ്പൂർ സിറ്റി പണിതത്. അങ്ങോട്ടുള്ള റോഡ് ഇങ്ങനെ ചെറുതായിട്ട് എന്താ പറയുക, ഇന്റർലോക്ക് ചെയ്ത പോലത്തെ റോഡാണ്. നമ്മൾ അമീർ ഫോർട്ടിന് അടുത്തെത്താറായി. ഇവിടെ നിന്ന് നമുക്ക് നല്ലൊരു വ്യൂ കിട്ടുന്നുണ്ട് കേട്ടോ. അങ്ങനെ ബൈക്ക് ഓടിച്ച് നമുക്ക് ഇവിടുത്തെ വരെ വരാൻ പറ്റും കേട്ടോ. നമ്മളിപ്പോ ഇതിന്റെ മുകളിൽ എത്തിയിട്ടുണ്ട്. യെസ്, ഇവിടെ നോക്കിയാൽ നമുക്കിങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വിൽക്കുന്ന കാണാം. ഇത് രാജസ്ഥാൻ ട്രഡീഷണൽ ക്യാപ്പാണ്. അവിടെ മറ്റൊരു ഫോട്ടോ ഉണ്ട്. ഇവിടെ നമ്മളെ ഗൈഡ് ഇങ്ങനെ അപ്രോച്ച് ചെയ്യുന്നുണ്ട്. ഇതാണ് രാജസ്ഥാൻ ട്രഡീഷണൽ സാധനങ്ങളാണ് ഇവിടെ ഒക്കെ വെക്കുന്നത്. ഈ കൊടയൊക്കെ കാണാം, നല്ല രസമില്ലേ കാണാൻ. അതുപോലെ ക്യാപ്പ് എല്ലാം രാജസ്ഥാൻ ട്രഡീഷൻ ആണ്. ഇതാ അവിടെ കണ്ടോ ഒരു ചേട്ടൻ ഇങ്ങനെ മ്യൂസിക് വായിക്കുന്നത്. ഇതിന് നേരെ അപ്പുറത്ത് നമുക്ക് ജയ്ഗഡ് ഫോർട്ട് കാണാം. ഇവിടുന്ന് ഒരുപാട് ടണലൊക്കെ ഉണ്ട്. നമുക്ക് സൈഡിൽ നോക്കിയ ചേട്ടൻ ഇങ്ങനെ ട്രഡീഷണൽ മ്യൂസിക് വായിക്കുന്നത് കാണാം. കൊള്ളാല്ലേ, വേറൊരു വൈബാണ് ഇവിടെ. ഫ്രീ വൈഫൈസും ഉണ്ടോ? ഓക്കെ, ഇവിടെ വൈഫൈ ഒക്കെ ഉണ്ടോ? 204 രൂപയാണ് ഒരാൾക്കപ്പോൾ. 102 രൂപയാണ് ഇന്ത്യൻസിന്. 102 രൂപ. ഫോറിനേഴ്സിനൊക്കെ നല്ല വിലയായിരിക്കും. സ്റ്റുഡൻസ് ആണെങ്കിൽ എന്തോ ഡിസ്കൗണ്ട് 22 രൂപ ആയിട്ടും. സ്റ്റുഡൻസ് के लिए डिस्काउंट है ना? स्टूडेंट के लिए डिस्काउंट है अराउंड आई थिंक 10 रुपीज या 15 रुपीज होगा. സ്റ്റുഡൻസിന്റെ ടിക്കറ്റിന് വളരെ ചീപ്പാണ് കേട്ടോ. ഇവിടെയും വീൽ ചെയർ സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വീൽ ചെയറിൽ പോകുന്നവർക്ക് ഇതിലൂടെ പോകാം, അല്ലാത്തവർക്ക് ഇതിലൂടെ പോകാം. കണ്ടോ, ടെമ്പിൾ ഓഫ് ഗോഡ്നെസ് ഷീല.
മന്ദിർ ഇപ്പോൾ ക്ലോസ് ചെയ്തിട്ടാണുള്ളത്. നമ്മളെന്തായാലും ഒരു ഗൈഡിനെ എടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് ദിവാൻ കി ആമിലാണ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇത് മുഗളിന്റെയും അതുപോലെ ഹിന്ദുവിന്റെയും മിക്സ്ഡ് ആയിട്ടാണുള്ളത്. അപ്പോൾ നിങ്ങൾ അവിടെ കാണുന്നില്ലേ, ആ ഒരു ഗേറ്റ് ആണ് ഈ ഫോർട്ടിലെ ഏറ്റവും മനോഹരമായ ഗേറ്റ്. അത് മൊത്തം നാച്ചുറൽ കളർ കൊണ്ടാണ് ഉണ്ടാക്കിയത്. കണ്ടോ, അതിന്റെ ചുവന്ന കളറാണെങ്കിൽ ചുവന്ന പൂക്കളിൽ നിന്നും അതുപോലെ പച്ച കളറ് വെജിറ്റബിൾസിൽ നിന്നൊക്കെ നാച്ചുറൽ ആയിട്ട് ഉണ്ടാക്കിയ കളറാണ്. അതുകൊണ്ടാണ് ഇന്നും അത് നിലനിൽക്കുന്നത്. അടിപൊളി അല്ലേ? ദിവാൻ കി ആം, ഇവിടെയാണ് പബ്ലിക് ആയിട്ട് ആളുകളൊക്കെ എന്ന് വെച്ചാൽ പൊതുജനങ്ങളൊക്കെ വന്ന് രാജാവുമായിട്ട് സംസാരിക്കുന്ന ഇടാണിത്. നമ്മുടെ ഗൈഡാണ് ഇതൊക്കെ പറഞ്ഞു തരുന്നത്. ഗേറ്റിന്റെ മുന്നിൽ നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെ പണിപെടുന്നാണ് പറയുന്നത്. ഇന്നെന്തോ ഭാഗ്യം, ഇന്ന് ആള് വളരെ കുറവാണ്. സാധാരണ ഇവിടെ ഇങ്ങനൊന്നല്ല ഉണ്ടാവല്. കാണുന്നില്ല, ഇതാണ് നാച്ചുറൽ കളർ. എന്ത് രസമാണല്ലേ? ഇപ്പോ അതുപോലെ തന്നെ ഇല്ലേ? എന്ത് ബ്യൂട്ടിഫുൾ ആണ്. വാവ്, ഇവിടുന്ന് നമുക്ക് നല്ലൊരു വ്യൂ ഉണ്ട് കേട്ടോ പുറത്തേക്ക്. ഓ, നിങ്ങൾ അവിടെ കാണുന്നില്ല, അവിടെ കാണുന്ന ആ മതില് കണ്ടോ? ആ വാള് ലോകത്തന്നെ 3ാമത്തെ ഏറ്റവും വലിയ വാളാണ്. കൊള്ളാം അല്ലേ? നമ്മൾ അടുത്തായിട്ട് പോകുന്നത് മാൻസിംഗ് പാലസിലേക്കാണ്. പാലസിലേക്ക് പോകുന്ന വഴി കണ്ടോ? ചെറിയൊരു ടണൽ പോലത്തെ ഒരു വഴിയാണ്. നല്ല രസമാണ് കേട്ടോ. അതുമാത്രമല്ല, ഇത് വലിയൊരു പാലസ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു ഗൈഡ് എടുക്കുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ എവിടെയുള്ളത്, നമ്മൾ എന്താ കാണുന്നത് ഒന്നും നമുക്ക് മനസ്സിലാവില്ല. ഇവിടെ കാണുന്നില്ലേ, ഈ കാണുന്ന യെല്ലോ കളറൊക്കെ ഗോൾഡ് ആണ്, ബാക്കിയെല്ലാം നാച്ചുറൽ കളർ. എന്ത് ബ്യൂട്ടിഫുൾ അല്ലേ? ഇത് മഹാറാണിയുടെ ബാത്ത് ടബ് ആണ്. ഇവിടെ രാജാവിന് മാത്രമേ പ്രവേശനം ഉണ്ടായിരുന്നുള്ളൂ. യെസ്, ഇതൊക്കെ റാണിമാരുടെ സ്ഥലമാണ്. രാജാവ് അവിടെയായിരുന്നു ഉണ്ടായിരുന്നത്. 2nd ഫ്ലോറിൽ 12 ഭാര്യമാരായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു റാണിയുടെ റൂം ഇങ്ങനെ ഉണ്ടാവുക. ഇവിടെയാണ് കിച്ചണ്, അതുപോലെ തന്നെ ഇത് ഡൈനിങ് ഏരിയ, അത് കഴിഞ്ഞിട്ട് ബെഡ്റൂം. നമുക്ക് എന്തായാലും ബെഡ്റൂമിലൊക്കെ ഒന്ന് പോയി നോക്കാം. കണ്ടോ, ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. എല്ലാ റൂമും സെയിം ആണ് കേട്ടോ. 12 റാണിമാരുടെ റൂമും ഇതേ ഡിസൈനിലായിരുന്നു ഉണ്ടായിരുന്നത്. രാജാവ് 2ാമത്തെ തട്ടിലാണ് നിൽക്കാറുള്ളത്. കാരണം മറ്റുള്ള ഭാര്യമാർക്ക് അറിയാതെയായിരുന്നു പോകാറുള്ളത്. കാരണം അതുകൊണ്ട് തന്നെ അവിടത്തേക്കൊരു സീക്രട്ട് വഴി ഉണ്ടായിരുന്നു. ഇവിടെ നിൽക്കുമ്പോൾ ചെറുതായിട്ട് എക്കോ ഉണ്ട് കേട്ടോ. ഇത് നമ്മൾ കാണുന്നതാണ് മുഗൾ ഗാർഡൻ. ഇതാണ് മിറർ പാലസ്. നമ്മുടെ ചങ്ങായി വന്നിട്ടോ, ചങ്ങായി വന്നിട്ട് അത് വാങ്ങിപ്പോയി. റഷ്യനിലെ ചങ്ങായില്ലേ, അവൻ വന്ന് പോയി. ഓക്കെ, നമുക്കിനി മിറർ പാലസ് കാണാം. നമ്മളിപ്പോ കാണുന്നതാണ് മിറർ പാലസ്. ബെൽജിയത്തിൽ നിന്ന് കൊണ്ടുവന്ന മിററാണ് ഇവിടെയൊക്കെ വെച്ചത്. മൊത്തം ഹാൻഡ് മെയ്ഡ് ആണ്. എത്ര സമയം എടുത്തിട്ടുണ്ടാവില്ല ഇത് ചെയ്തു തീർക്കാൻ. എന്റെ പൊന്നെ, നമുക്ക് അകത്ത് കിടക്കാൻ പറ്റത്തില്ല. സോ ബ്യൂട്ടിഫുൾ. ഇതിന്റെ ഉള്ളിലുള്ള ഭാഗത്തിന് പറയാ ദിവാൻ കി കാസ് എന്നാണ്. പ്രൈവറ്റ് ആയിട്ടുള്ള ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കുന്നതാണ്. വാവ്, അടിപൊളി അല്ലേ? ഉള്ളിലെ ചിത്രപ്പണിയുണ്ടോ നിങ്ങള്? പിന്നെ അകർഷഭായി ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് നല്ല നല്ല ഫോട്ടോസ് കിട്ടും. ഒരു ഫോട്ടോഗ്രാഫറാണ് പ്രൊഫഷണലി. വെഡിങ് ഫോട്ടോസ് ആണ് കൂടുതലായിട്ട് ചെയ്യാറുള്ളത്. നിങ്ങൾ ഈ കാണുന്നതാണ് ഗസ്റ്റ് റൂം. ഗസ്റ്റ് റൂം കാണാൻ വേണ്ടിയിട്ട് തന്നെ ഇവിടെ ഒരു ഗ്ലാസ് കഴിച്ചു വെച്ചിട്ടാണുള്ളത്. എന്ത് ബ്യൂട്ടിഫുൾ ആണെന്ന് അറിയാവോ? കണ്ടോ, ബ്ലൂ പോട്ടറി ഉണ്ടോ? ബ്ലൂ പോട്ടറി ഒരുപാട് സ്ഥലത്ത് ഈ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിൽക്കുമ്പോൾ നല്ല കാറ്റുണ്ട് കേട്ടോ. വാവ്, നിൽക്കുമ്പോൾ വേറൊരു രസമാണ്. നല്ല കാറ്റുണ്ട് കേട്ടോ ഈ ഒരു ഏരിയയിൽ. സുവനീർസ് ഒക്കെ വേണമെങ്കിൽ ഇവിടുന്ന് വാങ്ങാൻ പറ്റും കേട്ടോ. നല്ല നല്ല സുവനീർസ് ഉണ്ട്. കണ്ടോ, ഒരു സുവനീർ ഷോപ്പിലാണ് ഉള്ളത്. राजस्थान के डिप्टी सीएम है, उनके बेटे दिया कुमारी राजस्थान की वो है वाइस चीफ मिनिस्टर. भवानी सिंह थे ना, इनकी माँ थी. നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന ഇവരൊക്കെ രാജകുടുംബത്തിലുള്ളവരാണ് കേട്ടോ. ഇവിടുന്ന് നമുക്ക് ജയ്ഗഡ് ഫോർട്ടിലേക്കുള്ള ടണലാണിത്. വേണമെങ്കിൽ നമുക്ക് ജയ്ഗഡ് ഫോർട്ട് വരെ പോകാൻ പറ്റും, പക്ഷെ നല്ല ദൂരമുണ്ട്. എന്തായാലും കുറച്ച് താഴോട്ട് പോയി നോക്കാം. ഇപ്പോ നമുക്ക് പോകാൻ പറ്റും കേട്ടോ ജയ്ഗഡ് ഫോർട്ട് വരെ. ഇങ്ങനെ താഴോട്ട് പോകാണല്ലോ. ജോധ അക്ബർ എന്ന് പറഞ്ഞ മൂവി ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ സാധനമാണത്. അത് ഷൂട്ടിംഗുകാർ ഇവിടെ ഇട്ടിട്ട് പോയി. കാരണം ട്രാൻസ്പോർട്ടിന് പൈസ ആവുന്നതുകൊണ്ട്. വെള്ളം ശേഖരിക്കുന്ന മടക്കിയാണ്. മീന ബസാർ. രാജാക്കന്മാരൊക്കെ ഇവിടെ നിന്നാണ് വസ്ത്രങ്ങൾക്ക് മേടിക്കാറുള്ളത്. ഇത് കണ്ടോ, അതിന്റെ വലിപ്പം കണ്ടോ? ഇവിടുന്ന് ടിക്കറ്റ് എടുത്ത് നമ്മൾ എടുത്ത ടിക്കറ്റ് തന്നെ ഈ ജീപ്പ് ഇൻക്ലൂഡ് ആണ്. ഈ ജീപ്പ് എടുത്തിട്ട് നമുക്ക് പോകാൻ പറ്റും. നമ്മൾ ജീപ്പ് എടുത്ത് പോയത് ഇവിടെ ഒരു ഷോപ്പുണ്ട്, ഷോപ്പിലേക്ക് പോയതാണ്. അവിടെ വീഡിയോഗ്രാഫി ഒന്നും അലൗഡ് അല്ല. അപ്പോൾ നമ്മുടെ ഗൈഡിനോട് ബൈ പറഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് തന്നെ പോവാണ്. നമ്മളിനി അടുത്ത് ഇവിടുന്ന് ജൽമഹലിലേക്കാണ് പോകുന്ന റൂട്ട് തന്നെയാണ്. അങ്ങനെ നമ്മളിപ്പോൾ അമീർ ഫോർട്ടിനോട് വിട പറയാണ്. എക്സിറ്റ്. വേറെ രസമാണ് കേട്ടോ ഇതിലൂടെ ഇങ്ങനെ പോകാൻ.
ഇത് നല്ല വ്യൂ ആണ്. നോക്കി ഇവിടെ ഒരു പൊട്ടിപ്പൊളിഞ്ഞ ബിൽഡിംഗ് കാണാം. ഇതൊക്കെ സിറ്റിയുടെ ഭാഗമായിരുന്നു പണ്ട്. ജീപ്പ് സർവീസ് ഉണ്ട് കേട്ടോ ഇവിടുന്ന് താഴത്തേക്ക്. കണ്ടോ, വലിയ പോട്ടാണ്, ഒരുപാട് നടന്ന് കാണാനുണ്ട്, ഒരുപാട് ടൈം എടുക്കും. നമ്മളിപ്പോ സ്റ്റെപ്പ് വെല്ലിന്റെ അടുത്താണ് ഉള്ളത് കേട്ടോ. നമ്മളിപ്പോ സ്റ്റെപ്പ് വെല്ലിന്റെ അടുത്താണ്. ഈ നമുക്ക് പന്നാമീന കുണ്ട്. പന്നമീന കുണ്ട് എന്നാണ് ഇതിന്റെ പേര്. അപ്പോൾ മച്ചിലി കണ്ടോ, ഒരുപാട് മീനും ഉണ്ട്. അതുപോലെ തന്നെ ഇതുണ്ട് കേട്ടോ, ആമയും മീനൊക്കെ ഒരുപാടുണ്ട്. നമുക്കിപ്പം താഴോട്ട് പോകാൻ പറ്റില്ലെന്നാണ് തോന്നുന്നത്, കാരണം അവിടെ പോലീസ് നിൽക്കുന്നുണ്ട്. നിങ്ങൾ എന്തായാലും അമീർ ഫോർട്ട് വരുന്നുണ്ടെങ്കിൽ ഇതും കൂടെ ഒന്ന് വിസിറ്റ് ചെയ്യുന്ന നല്ലതാണ്. ഇവിടുന്ന് അധികം ദൂരമൊന്നുമില്ല, വളരെ അടുത്താണ്. എന്ത് രസമാണല്ലേ, ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ പ്ലേസ് ആണ് കേട്ടോ ഇത്. നമുക്ക് അവിടെ ആമേനെ കാണാൻ പറ്റുന്നുണ്ട്, നിങ്ങൾ കാണുന്നുണ്ടോ? അതുകൊണ്ട് അവിടെ ഒരു ആമയുണ്ട്, അതുപോലെ ഇഷ്ടംപോലെ മീനുണ്ട്. മീനിങ്ങനെ തുള്ളി കളിക്കുന്നുണ്ടോ? ആരും അങ്ങോട്ട് കീയുന്നില്ല, കാരണം ഇവിടെ പോലീസ് നിൽക്കുന്നുണ്ട്. അങ്ങോട്ട് ചെയ്യാൻ പറ്റുന്നില്ലെന്നാണ് ആകർഷ് ഭായ് പറഞ്ഞത്. നല്ല നൈസാണ്, ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ. എന്തായാലും വേറെ ലെവലാണ്. നിങ്ങൾ ഇത് കണ്ടോ, ഇതിൻ്റെ മുകളിൽ നിന്ന് ലോക്കലായിട്ടുള്ള ആളുകൾ ഇതിലേക്ക് ജമ്പ് ചെയ്യും. ഇപ്പം അല്ല, ഇപ്പം വെള്ളം കുറച്ച് മോശമായിട്ടാണ് ഉള്ളത്. വെള്ളം ഏകദേശം ഇവിടുത്തെ വരെ ഉണ്ടാവാറുണ്ട് കേട്ടോ. നൈസാണ്. നമ്മളിവിടെ വണ്ടി എടുത്തിട്ടുള്ളത്, ഇവിടെ ഫോട്ടോ പോയിന്റ് ആണ്. നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയൊരു ഏരിയ ആണ് കേട്ടോ. നമ്മളിവിടെ താഴെ നോക്കുന്നതാണെങ്കിൽ നമുക്ക് ചെറിയൊരു തടാകം കാണാം. വാവ്, നമ്മളങ്ങനെ ജൽമാലിന്റെ അടുത്താണ് ഉള്ളത്. കണ്ടോ, ഇവിടെ ഇങ്ങനെ നമുക്ക് പ്രാവിന് തീറ്റ ഒക്കെ കൊടുക്കാം കേട്ടോ. ഇതാണ് മെയിൻ വ്യൂ. കൊള്ളാല്ലേ, സൈഡിലൊക്കെ മൊത്തം പ്ലാസ്റ്റിക് ആയിട്ട് ഫുള്ള് വൃത്തികേടായിട്ടാണ് ഉള്ളത്. പക്ഷെങ്കിൽ ഇത് രാജാവിന്റെ സമ്മർ പാലസ് ആയിരുന്നു കണ്ടോ. സമ്മർ സമയത്തൊക്കെ രാജാവ് ഇവിടെയായിരുന്നു വന്നിരുന്നത്. ഇവിടെ വന്നാൽ നമുക്ക് രാജസ്ഥാൻ ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇട്ട് ഫോട്ടോസൊക്കെ എടുക്കാം കേട്ടോ. നൈസാണ്. ഇതാണ് രാജസ്ഥാൻ ട്രഡീഷണൽ ഡ്രസ്സ്. കൊള്ളാല്ലേ, നല്ല കളർഫുൾ ഐറ്റംസ് ആണ്. ഇവിടെ നമുക്ക് ഗോലി സോഡ ഉണ്ട് കേട്ടോ. നമുക്കിവിടെ നിന്ന് ഗോലി സോഡ ട്രൈ ചെയ്ത് നോക്കാം. എനിക്ക് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കയ്യിൽ മൊത്തം സാധനം. ഇത് മോശമല്ല, മറ്റേ കാലം നമുക്ക് നല്ലപോലെ ഇട്ടിട്ടുണ്ട്, വേറൊരു ടേസ്റ്റാണ്. നമ്മളിപ്പോൾ നാർഗട്ടിലേക്കാണ് പോകുന്നത്. അവിടെ നിന്ന് നമുക്ക് ഈ ജൽമഹലിന്റെ നല്ലൊരു വ്യൂ കിട്ടും. ജൽമഹലിന്റെ മാത്രമല്ല, മൊത്തത്തിലുള്ള വ്യൂ കിട്ടും. ഇനി എന്തായാലും നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ആകർഷ് ഭായിയുടെ കൂടെ അങ്ങോട്ടേക്ക് പോവാണ്. നമ്മൾ മെയിൻ റോഡിൽ നിന്ന് ചെറിയ റോഡിലേക്ക് കയറിയിട്ടുണ്ട്. ചെറിയൊരു കുന്ന് കയറാന്ന് വേണമെങ്കിൽ പറയാം. ഇത് നല്ലൊരു വ്യൂ ആണ്, സിറ്റിയുടെ മൊത്തത്തിലുള്ള വ്യൂ. ശരിയിൽ ഇഷ്ടം പോലെ മയിലുണ്ട് കേട്ടോ. ആർമി ഏരിയ ആണെങ്കിൽ അവിടെ നമുക്ക് പോകാൻ പറ്റില്ല. എന്നാലും ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. നമ്മളിപ്പോ ഏകദേശം ടോപ്പിലാണുള്ളത്. നമുക്ക് ഇവിടെ നിന്ന് നല്ലൊരു വ്യൂ ഉണ്ട് കേട്ടോ. സിറ്റി മൊത്തമായിട്ട് കാണാൻ പറ്റും, ജൽമഹലും കാണാൻ പറ്റും. വേറെ ലെവല്, ഒന്നും പറയാനില്ല. എന്ത് രസമാണ് കേട്ടോ. ഞാൻ ജയ്പൂർ ഇങ്ങനെയൊന്നുമല്ല പ്രതീക്ഷിച്ചത്. എന്ത് രസമാണെന്നറിയാം. ഇത് വേറെ ലെവലാണ് കേട്ടോ. പക്ഷെ ഇവിടെ മൊത്തം ഇങ്ങനെ ചില്ലിന്റെ കുപ്പയാണ്. ബിയറൊക്കെ കഴിച്ചിട്ട് ഇവിടെ തന്നെ അടിച്ച് പൊട്ടിച്ചിട്ട് മൊത്തം ചില്ലാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. പക്ഷെ വ്യൂ വേറെ ലെവൽ, ഒന്നും പറയാനില്ല. ഇന്നിപ്പോ ബൗണ്ടിയിലേക്ക് പോവാണ്. ഇവിടെ ഒരു സ്റ്റെപ്പ് വെൽ ഉണ്ട്, സ്റ്റെപ്പ് വെൽ കാണാൻ പോവാണ് കേട്ടോ. ഇതാണ് സ്റ്റെപ്പ് വെല്ലിലേക്ക് പോകാനുള്ള വഴി. കുത്തനെ താഴോട്ടേക്ക് ഇറങ്ങാണ് കേട്ടോ. ഇവിടുന്ന് നമുക്ക് സിറ്റി വ്യൂ നല്ല പോലെ കിട്ടുന്നുണ്ട്. വേറെ രസമാണ് കേട്ടോ ഇവിടുന്ന് കാണാൻ. എന്ത് രസമാണെന്നറിയോ. യെസ്, ഇതാണ് സ്റ്റെപ്പ് വെൽ. ഇതാണ് കേട്ടോ, ഈ കാണുന്നില്ല, ഇതാണ് ഇവിടത്തേക്ക് വരേണ്ട പഴയ റൂട്ട്. നമ്മൾ തിരിച്ചു പോകുമ്പോൾ എന്തായാലും ഇതിലൂടെയാണ് പോവാം കേട്ടോ. 2 വീലേഴ്സിനായിട്ടുള്ള ഇതാണ് ഇത്. നമുക്ക് ഇവിടെ നിന്നെല്ലാം കാണാൻ പറ്റും കേട്ടോ. നമുക്ക് ജന്തർ മന്ദർ, അതുപോലെ ഹവാ മഹൽ, സിറ്റി മൊത്തമായിട്ട് കാണാൻ പറ്റും. വേറെ രസമാണ്. വാവ്, നമ്മളിവിടുന്ന് തിരിച്ചു പോവാണ്. ഞാൻ ഈ പഴയ റൂട്ടിൽ കൂടെ. ഈ റോഡ് ഇപ്പം പുതുതായിട്ട് ഉണ്ടാക്കിയതാണ്. ഇത് കാട് പിടിച്ച പ്രദേശമാണ്. ലോക്ക്ഡൗൺ സമയത്തൊക്കെ ഇവിടെ ലെപ്പേർഡിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ടെന്നൊക്കെ ആകർഷ് ഭായ് പറയുന്നുണ്ടായിരുന്നു. എനിവേ നല്ല സ്പോട്ടാണ് കേട്ടോ. നമ്മളിപ്പോൾ കോട്ടയം താഴേക്ക് പോകാനുണ്ടോ. ഇതായിരുന്നു പഴയ റൂട്ട്. ഇവിടെ നമുക്ക് സിറ്റി വ്യൂ നല്ലപോലെ കണ്ടുകൊണ്ട് വരാം. അതാണ്. ഓക്കെ, എന്ത് രസമാണ്. വാവ്, വേറെ ലെവൽ വ്യൂ ആണ്. അവിടെയായിരുന്നു സ്റ്റെപ്പ് വെല്ല്, അവിടെ നിന്നാണ് നമ്മൾ വ്യൂ കണ്ടത്. നമ്മൾ പഴയ വഴി കൂടെ ഇങ്ങനെ താഴത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ലേ, ഇപ്പോൾ സിറ്റി സൈഡ് എത്തി. നിങ്ങൾക്ക് ഇവിടെ കാണാം, പിങ്ക് ബിൽഡിംഗ് ആണ് മൊത്തം കേട്ടോ. അതുകൊണ്ടാണ് പറയുന്നത്, എക്സാക്ട് പിങ്ക് അല്ല, നമ്മുടെ ഒരു ഇഷ്ടികയുടെ കളറാണ് മൊത്തത്തിൽ കേട്ടോ.
ചെറുതായിട്ട് മഴ പെയ്യാനുള്ള സാധ്യത ഉണ്ട്. ചെറുതായിട്ട് മഴ പാറുന്നുണ്ട്. ചാറ്റൽ മഴ ഇവിടെ നമുക്കൊരു പള്ളി കാണാൻ പറ്റും. ആ പള്ളി നല്ല രീതിയിൽ പിങ്ക് കളറാണ് കണ്ടോ. നമ്മളിപ്പോ ഗോപ്രോയുടെ ബാറ്ററി വാങ്ങിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇവിടെയാണ് ക്യാമറ മാർക്കറ്റ്. നോക്കട്ടെ, ഇതാണ് ക്യാമറയുടെ മാർക്കറ്റ്. ഇവിടെ എന്തായാലും കിട്ടുമെന്ന് വിചാരിക്കുന്നു. എത്രയാവും അറിയില്ല, നോക്കട്ടെ എന്തായാലും. നെക്സ്റ്റ് ഡേ ആണ്. ഇപ്പൊ ജയ്പൂരിൽ നല്ല മഴയാണ് കേട്ടോ. ഇവിടെ ചെറുതായിട്ട് മഴ പെയ്യുമ്പോഴത്തേക്ക് ഫുള്ള് റോഡിലൊക്കെ മൊത്തം വെള്ളമാണ്. എനിക്ക് വേണ്ടിയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് സെറ്റ് ചെയ്യാണ്. ഇതാണ് ഇവിടുത്തെ കിച്ചൺ. കൃഷ്ണായ് ഹായ് പോലോ. ഹലോ ചാവലാണ് ഇന്ന്. നമുക്ക് ചോറുണ്ടായിരുന്നു, എനിക്കായിട്ട് ഉണ്ടാക്കിയതാ കേട്ടോ. അതും രാജമ്മയുടെ കറിയും എന്റെ അവിടെ വെച്ചിട്ടുണ്ട്. ഇത് ഇവിടുത്തെ ഒരു ട്രഡീഷണൽ സ്വീറ്റ് ആണ്. इसका नाम क्या है? ഗേവർ എന്ന് പറഞ്ഞൊരു സാധനമാണ്. ഇതിന്റെ മുകളില് മൈദയുടെ ചെറിയൊരു ക്രീമൊക്കെ പുരട്ടിയിട്ടാണ് കഴിക്കുക. ഇങ്ങനെ റോ ആയിട്ടും കഴിക്കും. അപ്പോ എന്റെ രാവിലെ തന്നെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇത്. ചോറും അതുപോലെ തന്നെ രാജ്മയും ഗീ ഒക്കെ ഇട്ടിട്ടാണ് തന്നത്. ഇവിടെ ചെറുതായിട്ട് പഞ്ചസാര ഇടും, പക്ഷെ ഞാൻ പഞ്ചസാര ഇടണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനെന്നാലും ഇത് കഴിക്കട്ടെ. ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്താണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്താ ലൈക്ക് ചെയ്യുക, അതുപോലെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. അപ്പൊ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. See you guys. Bye bye.